മീനഭരണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോൾ അതായത് ധാർമ്മികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. അതൊരു ഐതിഹ്യമൊക്കെ മാത്രം. പക്ഷേ മീനമാസത്തിൽ അശ്വതി മുതൽ തുടങ്ങുന്ന 7 ദിവസങ്ങളിലെ പ്രത്യേക പൂജകളാണ് യാമപൂജകൾ എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ രുരീത്ത് വിധാനത്തിൽപ്പെട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെയും വർഷത്തിൽ വയ്ക്കുള്ള അതിവിശേഷമായിട്ടുള്ള പൂജകൾ, അത് 7 ദിവസം പ്രത്യേക പൂജകളാണ്. ആ പൂജകൾക്കുള്ള ഒരു തയ്യാറെടുപ്പ്, അതുമാത്രമല്ല അത് ആ 7 ദിവസത്തെ പൂജകളാണ്, യാമപൂജകളാണ് ഈ ഒരു കൊല്ലത്തെയും ചൈതന്യം പരിപാലിച്ചു പോരുന്നത്. അതപ്പോൾ മീനമാസത്തിലെ അശ്വതിക്കാണ് തുടങ്ങുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വെച്ചാൽ കുംഭഭരണിക്ക് മുതൽ, അതായത് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ആവാഹിച്ചു കൊണ്ടുപോയിട്ട് പല തറവാടുകളിലും ഗ്രാമങ്ങളിലും ദേശങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്തിയിട്ട് ആരാധിച്ചു വരുന്നൊരു കുറേ വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും വർഷത്തിലൊരിക്കൽ കൊടുങ്ങല്ലൂർ എന്ന് തോന്നും അവിടെയുള്ള ഏതെങ്കിലും മൂപ്പന്മാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോമരത്തിൻ്റെയോ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകളൊക്കെ കൂടിയിട്ട്, തറവാടുകാരാണെങ്കിൽ ഓരോ തറവാട്ടിൽ അവരെല്ലാ താവഴിയിൽപ്പെട്ട ഓരോരുത്തരെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. ഇവരൊക്കെ കുംഭഭരണി തൊട്ടിട്ട് ശരിക്കും തന്നെ അവരും വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ട് അവർ വരുമ്പോൾ അവരുടെ ആർജിച്ചിട്ടുള്ള ആ ആത്മീയ ഊർജവും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ പവറാണ് അശ്വതി നാളിൽ നടക്കുന്ന ആ ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള പൂജകൾക്ക് കൊടുക്കുന്നത്. തുടർന്ന് വരുന്ന യാമപൂജകൾ വ്യത്യസ്ത യാമങ്ങളിലാണ് തുറന്നുള്ള ദിവസങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഈ അശ്വതർ എന്ന കാവുതീണ്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏകദേശം നട്ടുച്ചയ്ക്ക് തുടങ്ങി 4 മണിക്ക് എന്നുള്ളതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു സംഭവമാണത്. അതിപ്പോൾ ഏകദേശം മലയാള മാസം 1080 അവസാനമായിട്ട് കൃത്യമായിട്ട് പൂജ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതായത് ഈ പൂജ നടക്കേണ്ടത് ഭദ്രകാളി യാമത്തിലാണ്, രാത്രി. അതായത് ഇപ്പോൾ രാവിലെ 6 കൗള സമ്പ്രദായത്തിൽ ഇതിൽ ഒരു 6 യാമമായിട്ട് ഒരു ദിവസത്തിന് ഏക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ രാവിലെ 6 മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ 6 തൊട്ട് 10 വരെ ശ്രീ ഭഗവതിയുടെ യാമം, 10 തൊട്ട് 2 വരെ ജ്യേഷ്ഠ ഭഗവതിരെ, 2 തൊട്ട് 6 വരെ പാർവതി യാമം, പിന്നെ 6 തൊട്ടിട്ട് വൈകുന്നേരം 6 തൊട്ടിട്ട് 10 വരെ ദുർഗായാമം, 10 തൊട്ട് രാത്രി 10 മുതൽ 2 വരെ ഭദ്രകാളി യാമം, പിന്നെ 2 മുതൽ 6 വരെ സരസ്വതി യാമം. ഇങ്ങനെയാണ്